ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുംബൈ കാഴ്ചകളാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വടപ്പാവ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. മുംബൈക്കാരെ മെയിൻ ഭക്ഷണങ്ങളിലൊന്നാണ്. ബണ്ണിനകത്ത് നമ്മുടെ ആലു ബോണ്ട വെച്ചിട്ട് തേങ്ങാപ്പീരയും ഫ്രൈ ചെയ്ത മുളകൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ഒരു ഐറ്റം കേട്ടോ. അത് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. ഇവിടുന്ന് വേറെ ഫ്ലാറ്റിൽ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ്. നമുക്ക് അടുത്ത റൂട്ടിലോട്ട് അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ 2-3 ദിവസം ഷാജിയേട്ടൻ കംപ്ലീറ്റ് നമ്മുടെ വണ്ടിയുടെ ബോക്സിൻ്റെ വർക്കിലായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ബോക്സൊക്കെ പുള്ളി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോക്സ് സെറ്റാക്കി അടുത്ത കടയിൽ നിന്ന് നമ്മളൊരു ബ്ലാക്ക് പെയിൻറ്റും അടിച്ച് റോയൽ എൻഫീൽഡ് എന്നൊരു എംബ്ലമൊക്കെ പുള്ളി വെച്ചിട്ടുണ്ട്. അതിനൊരു വൈറ്റ് പെയിൻറ്റും കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റിക്കർ കടയിൽ പോയി നമ്മളെ ബോക്സിനൊരു സ്റ്റിക്കർ ചെയ്തു നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ. ഇപ്പോൾ ബോക്സ് എല്ലാം കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി അങ്ങനെ നമുക്ക് നേരെ ബോക്സ് നമ്മളെ വണ്ടിയിൽ സെറ്റാക്കണം. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞു. അങ്ങനെ ബോക്സൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് എല്ലാം കുളൂസാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് എന്നുണ്ടല്ലേ, അത് പുള്ളി ബോക്സ് ചെയ്താണ്. അതൊക്കെ പുള്ളിയുടെ കഴിവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ട് 2 ദിവസം വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇവനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഇറക്കണം. അങ്ങനെ ബോക്സ് വെച്ചപ്പം ഗൈസ് ഓവറോൾ ഒരു കിടിലൻ ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ നാളെ നമ്മൾ മുംബൈയിലെ ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അടിപൊളി ബോക്സ് റോയൽ എൻഫീൽഡിൽ നിന്ന് പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ള കിടിലൻ ബോക്സാണ് നമുക്ക് ഷാജി മോഹൻ ചേട്ടൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇത് പിന്നെ നമ്മളിപ്പുറത്തുനിന്ന് ചെയ്തതാണ്. ഇത് നമ്മളെ ആദ്യത്തെ ബോർഡ് നാട്ടിൽ നിന്ന് ചെയ്തായിരുന്നു, കേരള ടോൾ ഇന്ത്യ. ഇത് ചെറിയ ബോർഡായിട്ട് അങ്ങനെ അധികം കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് വലുതാണ് ചെയ്തത്. പക്ഷേ ഈ യൂട്യൂബിൻ്റെ എംബ്ലം കൂടി ശരിയായിട്ടില്ല. അവിടെ നിന്ന് മുംബൈയിൽ ചെയ്തായിരുന്നു. അപ്പോൾ എനിവേ നമുക്ക് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ 3 days ഇവിടെ സ്റ്റേ ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ പുള്ളിയുടെ വീട്ടിലായിരുന്നു 3 ദിവസം. പുള്ളി തന്ന ഫ്ലാറ്റിൽ 3 ദിവസം നിന്നു. നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പുള്ളി തന്നു. അതേ മോഡൽ പുള്ളിയുടെ മോൻ്റെ കൂടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോൾ ഇനി ബാക്കി മുംബൈയിലെ നമുക്ക് കാണാനുള്ള കാഴ്ചകളിലേക്ക് നാളെ നമ്മൾ കിടക്കുന്നതാണ്. ഓക്കെ, താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഇതാണ്. ഈ ബാലാജി എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ആ ഫ്ലാറ്റാണ്. എൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റാണ് പുള്ളിയുടേത്. അപ്പോൾ പുള്ളി നമുക്ക് തന്നിരുന്ന് താമസിക്കാൻ അവിടെയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് റീസ് എന്നാണ്, നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫസ്റ്റ് ഡേ ഷാജി മോഹൻ ചേട്ടൻ്റെ മകൻ്റെ കൂടെ അപ്പുൻ്റെ കൂടെ നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. മറ്റേ ഒരു ഡാം പോയായിരുന്നു. പിറ്റേന്ന് നമ്മളാണെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ നമ്മളെ താജ് ഹോട്ടൽ ഒക്കെ കണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുമ്പിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ കാഴ്ചകൾ കാണാൻ പോകുമ്പോഴേക്കും നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാൻ ബോക്സ് കിട്ടിയ വലിയ ഉപകാരമാണ്. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുള്ളറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കിലോ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല പിന്നെ ക്ലാസ് ആയിട്ടുള്ള ഇങ്ങനെ ബോക്സുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷാജി മോഹൻ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലുള്ളവരാണെങ്കിലും പുള്ളി ഇവിടുന്ന് റെഡിയാക്കി അയച്ചു കൊടുക്കുന്നതാണ്. ഇതിലുള്ള ബോക്സാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അളവും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഉണ്ടാക്കിത്തരും. കണ്ടല്ലേ, വിത്ത് എംബ്ലത്തോടുകൂടി ഉണ്ടാക്കി തന്നത് കംപ്ലീറ്റ്. നമ്മൾ ഈ വണ്ടിയുടെ ബോക്സിൻ്റെ എന്നാണ് വിചാരിക്കുക. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ കമ്പനി വരുന്ന ബോക്സിന് ബാക്ക് ബോക്സിന് വരുന്നത് 15,000 രൂപയാണ്. ഇത് നിങ്ങൾക്കൊരു ഏറ്റവും കുറഞ്ഞൊരു 4,000 rupees പുള്ളിക്ക് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ 3 സൈഡ് ബോക്സ് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്. 45,000 അടുത്ത് വരും ഏകദേശം നമ്മൾ 3 ബോക്സിന് ബൈക്ക് എടുത്തപ്പോൾ ചെയ്തിരുന്നെങ്കിൽ.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ബോക്സ് ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയ സാധനം പുള്ളി ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ യാത്ര പോകുന്നവർക്കോ പിന്നെ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കോ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ സാധനങ്ങളോ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർക്ക് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആർക്ക് വേണമെങ്കിലും പുള്ളി ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് വളരെ ചീപ്പ് പ്രൈസിൽ പുള്ളി ചെയ്തു തരും. അല്ലാതെ നമ്മൾ കമ്പനിയുടെ ബോക്സൊക്കെ വെക്കുകയാണെങ്കിൽ ഏകദേശം നല്ല പ്രൈസ് വരും. ഏകദേശം ഒരു 15,000 ആണ് നമ്മളെ ഒരു സിംഗിൾ ബോക്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ നമ്പർ ഷാജി മോഹൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് എംബ്ലം ആണെങ്കിലും പുള്ളി ചെയ്തു തരും കേട്ടോ. നിങ്ങളിപ്പോൾ ബജാജിൻ്റെ വണ്ടി ഓടിക്കുന്ന അതിൻ്റെ ഒരു ബോക്സ് ആണെങ്കിലോ ഇനിയിപ്പോൾ ഏതായാലും ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അളവ് കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളി ഇവിടെ മുംബൈയിൽ നിന്ന് വേണേൽ ഡയറക്റ്റ് നമുക്ക് കേരളത്തിലേക്ക് അയച്ചു തരും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പുള്ളിയുടെ കാർഡും നമ്പറും ഇതാണ് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ മുംബൈക്ക് പോകാൻ നമ്മളെ സാധനങ്ങളൊക്കെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി അവരെ കാറിൽ കയറ്റിയിരിക്കുകയാണ്. Sometimes there is nothing you can do but love the rain and avoid the sunshine. John Russell. നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നീണ്ട 5 ദിവസത്തിന് ശേഷം നമ്മൾ മുംബൈയിൽ നിന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ ടീംസൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടിയിൽ ബോക്സൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ദോസ്തുണ്ട് ഇവിടെ, പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുനിൽ പവർ എന്ന ഒരാളുണ്ട്, എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ബോക്സൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മുംബൈക്ക് നേരെ പോവുകയാണ്. ഗേസ് അങ്ങനെ നേരെ മുംബൈക്കാണ് നമ്മൾ ചുടിക്കുന്നത്. നമ്മളിപ്പോൾ ഡയറക്റ്റ് പോകുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, സൊസൈറ്റി ഹോട്ടലുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡോർമെട്രി വരുന്നുണ്ട്, സാബാസ് ഡോർമെട്രി എന്നുണ്ട്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. നമ്മൾ ഡയറക്റ്റ് ആ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ വന്ന ഹോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, സൊസൈറ്റി ഹോട്ടൽ. എൻ്റെ തൊട്ടുപുറത്ത് സാബാസ് ഡോർമെട്രി. ഫ്രണ്ട്സ്, മുംബൈയിൽ വരുന്ന ആൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവ് റൂമുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വെറും 250 രൂപയുടെ റൂം കാണിച്ചു തരാം. മലയാളി ഭക്ഷണവും ഹോട്ടൽ പ്ലസ് റൂമുമാണ്. ഒരു മലയാളി ഹോട്ടലാണ് നമുക്ക് സൊസൈറ്റി ഹോട്ടൽ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മലയാളി തന്നെ നടത്തുന്ന ഒരു ഡോർമെട്രിയാണ്. അപ്പോൾ ഇതാണ് ഡോർമെട്രി റൂംസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഗൈസ്. നമ്മളെ ലഗേജുകളെല്ലാം അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഫ്രീ വൈഫൈ ഉണ്ട്. ബാത്റൂം കാര്യങ്ങളൊക്കെ നീറ്റാണ്. പിന്നെ ഇവിടെ ഒരുപാട് മലയാളീസാണുള്ളത്. അവരൊക്കെ പരിചയപ്പെട്ട് കുറേ പേരൊക്കെ. അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഇതവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സൊസൈറ്റി ഹോട്ടൽ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്താനുള്ള മാപ്പ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റായിട്ടുള്ള നമ്മളെ സെലിബ്രിറ്റീസിൻ്റെ ഹോമിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, ഈ ലൊക്കേഷൻ നമ്മൾ നേരത്തെ കാണിച്ച ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ CST ജംഗ്ഷനിൽ തൊട്ടടുത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് പോകുന്നത് നമ്മുടെ കോടീശ്വരൻ മുകേഷ് അംബാനിയുടെ വീട്ടിലേക്കാണ് ഗൈസ്. അതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഋതിക് റോഷൻ, അങ്ങനെ എല്ലാവരുടെ വീടും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ വന്ന മുംബൈ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ കൂടി നമ്മൾ പോവുകയാണ്. നിങ്ങൾക്ക് മേലെ ലൈറ്റ് കാണുന്നില്ല, ഫ്ലഡ് ലൈറ്റ്, അതാണ് മുംബൈ ക്രിക്കറ്റ് സ്റ്റേഡിയം. മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റിയില്ല, എന്നാൽ ചെറിയ രീതിയിൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മുകേഷ് അംബാനിയുടെ വീടിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയൊക്കെ കാണാം അവിടെ.
ഭയങ്കര വീട് തന്നെയാണ് ഗൈസ്. പൊളി സംഭവമാണ്. കംപ്ലീറ്റ് സെക്യൂരിറ്റി ചെക്കപ്പാണ്. അവിടുന്ന് ഫോട്ടോ എടുക്കരുതെന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് കാറ്റ്സൊക്കെ നമ്മളോട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വന്നിരിക്കുകയാണ്. ഈ ഏരിയയിൽ വരെ പോലീസുകാരാണ്. കംപ്ലീറ്റ് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഏരിയ. ഇതിൻ്റെ ഓപ്പോസിറ്റ് കംപ്ലീറ്റ് ടീംസാണ്. ഇവിടുന്ന് പോലീസുകാരൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. നമ്മളുള്ളത് മുകേഷ് അംബാനീൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ്. ധനവാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിൽ നമ്മൾ പതിയും എന്നാണ് പോലീസുകാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് നമ്മുടെ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ വീട്ടിലോട്ടാണ്. നമ്മൾ മന്നത്ത് എത്തിയിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ്റെ വീട്ടിൽ പേരെല്ലാവർക്കും അറിയാം. വീടിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലിരുന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഷാരൂഖ് ഖാൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സെക്യൂരിറ്റി ആരെയും ആ ഗേറ്റിനടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വിടുന്നില്ല. ഇപ്പം വരും ഷാരൂഖ് ഖാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. നിമിഷങ്ങൾക്ക് ഷാരൂഖ് ഖാൻ വന്നിരിക്കുകയാണ്. ഷാരൂഖ് ഖാൻ വരും വിചാരിച്ച ഇവിടെ ഫുൾ ആൾക്കാരാണ് ഗൈസ്. ഉണ്ടോ? കുറച്ച് ആൾക്കാരാണ്. അപ്പം കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടോ. ഇപ്പോൾ ഒരു ഷാരൂഖ് ഖാൻ. അങ്ങനെ ഷാരൂഖ് ഖാൻ വന്നില്ല ഗൈസ്. നമ്മൾ സൽമാൻ ഖാൻ്റെ വീട് കാണാൻ പോവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ എന്നാണ്. ഈ റൂട്ടിൽ നമ്മൾ നടന്ന് അത് കണ്ടിട്ട് വരാം. ഈ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും താമസിക്കുന്നത് ബാന്ദ്രയിലാണ് ഗൈസ്. ഇപ്പോൾ നമ്മളുള്ള ലൊക്കേഷൻ ബാന്ദ്രയാണ്. ഈ ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സൽമാൻ ഖാൻ്റെ വീട്. അത് കഴിഞ്ഞ് സച്ചിൻ്റെ വീടും ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് പോകാനുള്ളൂ. എല്ലാം ഒരേ ഏരിയയിലാണ് വരുന്നത്. നമുക്ക് എയറോപ്ലെയിൻ്റെ ഇതൊക്കെ കാണാം. ബാന്ദ്ര ബീച്ചാണ് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. നല്ല അടിപൊളി ബീച്ചാണ്. പക്ഷെ ഭയങ്കര വെയിലാണ് ഉച്ചയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ സൽമാൻ ഖാൻ്റെ ഗാലക്സി എന്ന ബിൽഡിങ്ങാണ് വരുന്നത്. അതിൻ്റെ മുമ്പിലാണുള്ളത്. ഇപ്പോൾ സൽമാനാണ് പോയിക്കുക. സൽമാൻ ഖാൻ വന്നു തോന്നുന്നു. ഒരു ഡോറൊക്കെ പെട്ടെന്ന് അടക്കിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ 2-3 പിള്ളേരൊക്കെ പോയി നോക്കുന്നുണ്ട്. പോലീസ് അടുത്തായിട്ട് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം സച്ചിൻ ടെണ്ടുൽക്കറുടെ വീടിന് മുമ്പിലാണ്. ഇതാണ് നമ്മുടെ സച്ചിൻ്റെ വീട്. "19A പെരി" എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് നമുക്ക് അവിടെ. പുല്ലുള്ളതുകൊണ്ട് വ്യക്തമാകുന്നില്ല പേരെന്താണെന്നുള്ളത്. അങ്ങനെ ആ കാഴ്ച കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഗൈസ്. മുംബൈ ഒരു വലിയ സിറ്റിയല്ല. ദുബായിൽ കൂടെയൊക്കെ പോകുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. കിടലും വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് അക്ഷയ് കുമാറും അതുപോലെ തന്നെ ഋതിക് റോഷനും രണ്ടുപേരും താമസിക്കുന്ന ഒരേ ബിൽഡിങ്ങിലാണ്. അതിന് മുമ്പിലാണുള്ളത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അക്ഷയ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ഋതിക് റോഷൻ്റെയും വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അവരുടെ വീട്. മാസ്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമാണ്. മാസ്ക് ഇല്ലേ ഫൈനാണ്. ഈ കാണുന്ന ഫ്ലാറ്റാണ്. ബൈ 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 ഗേസ്. നമ്മളിന്ന് സെലിബ്രിറ്റീസിൻ്റെ വീടുകളൊക്കെ ഉണ്ട് റിട്ടേൺ വരികയാണ്. CSTയിലേക്ക് പോവുകയാണ്. ഇനിയും ഒരുപാട് ഓൾമോസ്റ്റ് 10-20ഓളം സെലിബ്രിറ്റീസിൻ്റെ വീടുകൾ അടുത്തൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയാണ്. പിന്നെ നാളെ നമുക്ക് റെഡ് സ്ട്രീറ്റ് ഏരിയയിലുള്ള ഒരു വീഡിയോ ആണ്. ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാളത്തെ വീഡിയോ നമുക്ക് അതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയായിട്ടുള്ള
എൻ്റർടൈൻ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണുന്നവരെ ഗേസ് ഒക്കെ ബൈ. ഈ വീഡിയോ കണ്ടില്ലേ മുമ്പുള്ള തിരക്ക്.